സർ, ഓട്ടോ തൊഴിലാളികൾ. സർ, നമ്മുടെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഇന്ധന വിലവർദ്ധനവും മൂലം പ്രതിസന്ധി നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ രംഗത്തെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. സംസ്ഥാനത്തെ റോഡുകളിലെ ഓട്ടോറിക്ഷകൾ ഇനി പരിസ്ഥിതി സൗഹൃദമാകും. പരിസ്ഥിതി സൗഹൃദ ഓട്ടോകളിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൈനിറയെ ആനുകൂല്യങ്ങളാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡുകളുടെ മുഖച്ഛായ തന്നെ മാറുന്ന വിധത്തിൽ പുതുമോടിയോടെ ആധുനികവൽക്കരിക്കാനും പദ്ധതിയുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലോടുന്ന ഓട്ടോറിക്ഷയിലേക്കുള്ള മാറ്റത്തിനാണ് സർക്കാർ പ്രഥമ പരിഗണനയും പിന്തുണയും നൽകുന്നത്. പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിലേക്ക് മാറാനും പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ മാറ്റാനുമായി 2 തരത്തിലുള്ള സഹായമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിലുള്ള പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് 40,000 രൂപയുടെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് നൽകുമെന്നതാണ് സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനം. ഇതിനൊപ്പം പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന വായ്പകൾക്ക് 2% പലിശ ഇളവ് നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കേരളത്തിൽ ഉടനീളമുള്ള 5000-ലധികം അനൗപചാരിക ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെയെല്ലാം സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം അത്യാധുനിക ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ സോളാർ അധിഷ്ഠിത ഇലക്ട്രിക് വാഹന ചാർജിംഗ് സംവിധാനം, ഡ്രൈവർമാർക്ക് വിശ്രമ കേന്ദ്രം, കോഫി അല്ലെങ്കിൽ ടീ വൈൻഡിംഗ് മെഷീൻ, കുടിവെള്ളം, മൊബൈൽ ഫോൺ ചാർജിംഗ് പോയിന്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി തുടക്കത്തിൽ 20 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്.